നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഹെഡ്വർക്സ് ഡാമിന് സമീപം മണ്ണിടിച്ചിലും റോഡിൽ വെള്ളം കണ്ടെത്തിയ സാഹചര്യത്തിൽ ഗതാഗത നിയന്ത്രണം. വാഗമൺ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് റവന്യൂ വകുപ്പ് അന്വേഷണം തുടങ്ങി. പീരുമേട് ഭൂരേഖ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യേറ്റ ഭൂമി സന്ദർശിച്ചു. രാസലഹരിയുമായി അതിഥി തൊഴിലാളി പിടിയിൽ. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി രാവിലെ എക്സൈസിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നടത്തിയ പരിശോധനയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഹെഡ്വർക്സ് ഡാമിന് സമീപം മണ്ണിടിച്ചിലും റോഡിൽ വിള്ളൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. ദേശീയപാത നിർമ്മാണ മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യത തുടരുന്നതിനാൽ ഈ വഴിയുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട അറിയിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് സമീപം മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ദേശീയപാത നിർമ്മാണ മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യത തുടരുന്നതിനാൽ ഈ വഴിയുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട അറിയിച്ചു. ഹെഡ്വർക്സ് ഡാമിന് സമീപം മണ്ണിടിച്ചിലും റോഡിൽ വിള്ളലും കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവിടെ ഒരു വരിയിലൂടെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ദേശീയപാത നിർമ്മാണ മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യത തുടരുന്നതിനാൽ ഈ വഴിയുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. സിറ്റി വിഷൻ മൂന്നാർ. അടിമാലി മേഖലയിലുണ്ടായ കനത്ത മഴയിൽ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം മണ്ണിടിഞ്ഞു. മരങ്ങളടക്കം റോഡിലേക്ക് ഇടിഞ്ഞു വീണതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തുടർന്ന് പ്രദേശവാസികളും ഡ്രൈവർമാരും അടക്കം വീണുകിടന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം നടന്നത്. വളറ ചീയാപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപമാണ് മൺതിട്ട ഇടിഞ്ഞ റോഡിലേക്ക് പതിച്ചത്. ഇതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ സമയത്ത് വാഹനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി. തുടർന്ന് പ്രദേശവാസികളും ഡ്രൈവർമാരും ചേർന്ന് മരച്ചില്ലകൾ വെട്ടിമാറ്റി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പിന്നീട് കൊച്ചി മൂന്നാർ ദേശീയപാതയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇന്നലെ ദേവികുളം മേഖലയിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് സമീപം മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ മുതൽ വിവിധ മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. സിറ്റി വിഷൻ അടിമാലി. വാഗമൺ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് റവന്യൂ വകുപ്പ് അന്വേഷണം തുടങ്ങി. പീരുമേട് ഭൂരേഖ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യേറ്റ ഭൂമി സന്ദർശിച്ചു. ഇവർ അടുത്ത ദിവസം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. വാഗമൺ മൊട്ടക്കുന്നിലെ 4 പട്ടയങ്ങൾ സംബന്ധിച്ചാണ് റവന്യൂ സംഘം പരിശോധന നടത്തുന്നത്. രേഖകൾ പരിശോധിച്ച പട്ടയങ്ങളുടെ നിയമസാധുത കണ്ടെത്തും. 2012 കയ്യേറ്റമൊഴിപ്പിച്ച് സർക്കാർ തിരിച്ചുപിടിച്ച ഭൂമിയിൽ വീണ്ടും കയ്യേറ്റം നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുവാൻ സർവേ നടത്തുമെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കയ്യേറ്റമുണ്ട് എന്നൊരു ആരോപണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ പരിശോധിച്ചതിൽ ഇതിൽ ഒരു 11 ഏക്കറോളം സ്ഥലത്ത് 4 പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2001 കൊടുത്ത പട്ടയമാണ്. കൂടാതെ ഒരു 10 ഏക്കർ സ്ഥലം ഹൈ റേഞ്ച് ടൂറിസം ഡെവലപ്മെൻറ്റിന് പ്രൊപ്പോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ 2 സ്ഥലങ്ങളൊന്ന് പരിശോധിച്ചിട്ട് പിന്നീട് സാവകാശം ഇതിൻ്റെ പട്ടയത്തിലെ മുൻ ഫയലുകളും രേഖകളും ഒക്കെ പരിശോധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ. ഇടുക്കി ജില്ലയിലെ ഭൂമി കയ്യേറ്റവും വ്യാജപട്ടയവും അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വാഗമൺ, മൂന്നാർ, ചിന്നക്കനാൽ, പരുന്തുംപാറ ഉൾപ്പെടെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും അനധികൃതമായി നൽകിയ പട്ടയങ്ങളും സംഘം പരിശോധിക്കും. സിറ്റി വിഷൻ വാഗമൺ. രാസലഹരിയുമായി അതിഥി തൊഴിലാളി പിടിയിൽ. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി രാവിലെ എക്സൈസിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഹെറോയിനുമായി അതിഥി തൊഴിലാളി പിടിയിലായത്. ലഹരിയുടെ വിപണനവും ഉപയോഗവും തടയുന്നതിന് കർശനമായ പരിശോധന തുടരുമെന്നും എക്സൈസ് വ്യക്തമാക്കി. ലഹരിയുടെ കടന്നുവരവിന് തടയിടുന്നതിനും ഉപയോഗം കുറയ്ക്കുന്നതിനുമായി എക്സൈസ് നടത്തിവരുന്ന ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി അടിമാലി എക്സൈസ് ഇൻസ്പെക്ടർ അവിൻ സാജിന്റെ നേതൃത്വത്തിൽ അടിമാലിയിലെ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിൽ നടത്തിയ റെയ്ഡിലാണ് 2 ഗ്രാം ഹെറോയിനുമായി പശ്ചിമ ബംഗാൾ മൂർഷിദാബാദ് ജില്ലയിലെ ലാത്തോ മാലത്തിപൂർ ഡോങ്കരി സ്വദേശിയായ ഹസിബുൾ പിടിയിലായത്. രാവിലെ അടിമാലി എക്സൈസ് റേഞ്ച് പാർട്ടി അടിമാലി ടൗണിൽ നടത്തിയ പരിശോധനയിൽ
2 ഗ്രാം ഹെറോയിനുമായി പശ്ചിമ ബംഗാൾ സ്വദേശിയായ ഹിസ്ബുൾ എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. മാരക മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട ഹെറോയിൻ 5 ഗ്രാമിൽ കൂടുതൽ കൈവശം വയ്ക്കുന്നത് പോലും നിയമപരമായി ഗുരുതര കുറ്റമാണ്. 2 ഗ്രാം ഹെറോയിൻ കൈവശം വെച്ച ഹിസ്ബുൾ ഇത് പെരുമ്പാവൂരിൽ നിന്നുമാണ് മേടിച്ചത് എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതാണ്. കൂടുതൽ പരിശോധനകൾ അടിമാലി ടൗണിൽ ശക്തമായി നടത്തുന്നതാണ്. എക്സൈസ് ഇൻസ്പെക്ടർ അവിൻ സാജിനൊപ്പം AI ഗ്രേഡുമാരായ ബിനുമോൻ KP, സുരേഷ് കുമാർ KK, PO ഗ്രേഡ് മീരാൻ KS, CEOമാരായ ഷിൻഡോ ഷാജി, മണികണ്ഠൻ R, അനു P എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ അടിമാലി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. കരുണാപുരം കൂട്ടാർ ചക്കുകുളംപടി ഭാഗത്ത് ആടിമാക്കൽ വീട്ടിൽ ആരോമലിനെയാണ് കട്ടപ്പന പോക്സോ കോടതി ജഡ്ജ് ബിൽകുൽ GR ശിക്ഷിച്ചത്. പോക്സോ വകുപ്പ് പ്രകാരം 20 വർഷത്തെ കഠിന തടവിനും 50,000 രൂപ പിഴയുമാണ് ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷത്തെ കഠിന തടവും കൂടി അനുഭവിക്കണം. 2023 കേസിനാസ്പദമായ സംഭവം. അതിജീവിതയുടെ സുഹൃത്തായ പ്രതി അതിജീവിതയെ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച അതിജീവിതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചു എന്നാണ് കേസ്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് സുസ്മിത ജോൺ ഹാജരായി. നെടുങ്കണ്ടം പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ജെർലിൻ വീസ്കറിയെയാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ഒരു വശത്ത് കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് പാറ ഉൽപ്പന്നങ്ങൾ നൽകാതെ തമിഴ്നാടിന്റെ വിലക്ക്, മറുവശത്ത് യാതൊരു രേഖകളുമില്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് അതിർത്തി കടന്ന കോൺക്രീറ്റ് മിക്സ്ചർ വാഹനങ്ങളുടെ കടത്തൽ. ഇടുക്കി പൂപ്പാറയിൽ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനം തടഞ്ഞ പ്രാദേശിക ഡ്രൈവർമാർ. അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകൾ വെട്ടിച്ചെത്തിയ വാഹനം പോലീസും GST വകുപ്പും ചേർന്ന പിഴ ചുമത്തി താക്കീത് നൽകി വിട്ടയച്ചു. തമിഴ്നാടിന്റെ ഏകപക്ഷീയമായ ഉത്തരവിൽ ഇടുക്കിയിലെ നിർമ്മാണ മേഖല നിശ്ചലമായിരിക്കെയാണ് അതിർത്തിയിൽ പ്രതിഷേധം. തമിഴ്നാട് സർക്കാരിന്റെ നിരോധന ഉത്തരവ് കാറ്റിൽ പറത്തി അതിർത്തി കടന്നെത്തിയ കോൺക്രീറ്റ് മിക്സർ വാഹനമാണ് പൂപ്പാറയിൽ ടാക്സി ഡ്രൈവർമാരുടെയും പ്രാദേശിക വാഹന തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ തടഞ്ഞത്. അനധികൃത ഖനനം തടയുന്നതിന്റെ ഭാഗമായി നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള സംസ്കരിച്ച പാറ ഉൽപ്പന്നങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് വിലക്കിക്കൊണ്ട് തമിഴ്നാട് ജിയോളജി വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിറക്കിയത്. 3 മാസത്തേക്കാണ് ഈ നിരോധനം. ഇതോടെ ലോഡ് എടുക്കാൻ തമിഴ്നാട്ടിൽ കേരളത്തിൽ നിന്നെത്തിയ 100 കണക്കിന് വാഹനങ്ങളാണ് കല്ല് ലഭിക്കാതെ അതിർത്തിയിൽ കുടുങ്ങിയത്. ഇത് ഇടുക്കി ജില്ലയിലെ നിർമ്മാണ മേഖലയെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് തമിഴ്നാട് ക്വാറികളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നൽകുന്നത് പൂർണ്ണമായി തടയുമ്പോഴാണ് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനം അതിർത്തി കടന്ന് കേരളത്തിലേക്ക് കോൺക്രീറ്റ് മിക്സുമായി എത്തിയത്. ചെക്ക് പോസ്റ്റുകളിലെ പരിശോധന വെട്ടിച്ച് കൃത്യമായി രേഖകളില്ലാതെ എത്തിയ വാഹനം കണ്ടതോടെ പ്രദേശത്തെ ഡ്രൈവർമാർ തടഞ്ഞുവെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലുള്ള വാഹനങ്ങളിൽ അവിടുന്ന് മിക്സ് ചെയ്ത് റെഡി മിക്സും അങ്ങനെയുള്ള ബൈ പ്രോഡക്ട്സ് ആയിട്ട് കേരളത്തിൽ കൊണ്ട് വിപണനം നടത്തി ഇവിടെയുള്ള സാധാരണ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാരും മറ്റ് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഈ വലിയ വലിയ മുതലാളിമാർക്കും വലിയ വലിയ കോൺട്രാക്ടർമാർക്കും വേണ്ടി ഒത്താശ ചെയ്യുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ആശ്രയിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പാവപ്പെട്ട ഓരോ ആളുകളും ഇതിലേക്ക് ബുദ്ധിമുട്ട് വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമായതോടെ പോലീസും GST വകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വാഹനം കടത്തിക്കൊണ്ടുവന്നതിന് വ്യക്തമായ രേഖകളില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വൻതുക പിഴ ഈടാക്കി വാഹനം വിട്ടയച്ചു. തമിഴ്നാടിന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെയും അതിർത്തിയിലെ പരിശോധനാ വീഴ്ചകൾക്കെതിരെയും സമരം ശക്തമാക്കുവാനാണ് അതിർത്തി മേഖലയിലെ തൊഴിലാളികളുടെ തീരുമാനം. സിറ്റി വിഷൻ പൂപ്പാറ. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, nursing services, patient observation unit, palliative caring,
ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോട് കൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider, Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. മാങ്കുളത്ത് നവജാത ശിശു മരണപ്പെട്ടു. മാങ്കുളം സിംഗുകുടി ഉന്നതിയിൽ 1.5 മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണ് മരണകാരണമെന്ന പ്രാഥമിക നിഗമനം. ഇന്ന് വെളുപ്പിനെ 1:30 സംഭവം. മാങ്കുളം സിംഗുകുടി ഉന്നതിയിൽ 1.5 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങിയതാണ് മരണകാരണമെന്ന പ്രാഥമിക നിഗമനം. പ്രദേശവാസികളായ മഹാദേവൻ, വിജയലക്ഷ്മി ദമ്പതികളുടെ പെൺകുഞ്ഞാണ് മരണപ്പെട്ടത്. ഇന്ന് വെളുപ്പിന് 1:30 അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മൂന്നാർ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സിറ്റി വിഷൻ, മാങ്കുളം. 4 പതിറ്റാണ്ടുകാലം മുനിയറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പാചകക്കാരിയായിരുന്ന പെണ്ണമ്മ ദേവസിക്ക് നാട് കണ്ണീരോടെ വിട നൽകി. മുനിയറ സ്കൂൾ ആരംഭിച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ പെണ്ണമ്മ ചേച്ചിയായിരുന്നു സ്കൂളിലെ പാചകക്കാരി. സൗമ്യമായ പുഞ്ചിരിയോടെ എന്നും രാവിലെ സ്കൂളിലെത്തുന്ന പെണ്ണമ്മ ചേച്ചി കൃത്യമായി പാചക കാര്യങ്ങളിൽ ഏർപ്പെടുകയും വൈകിട്ട് വരെ കുട്ടികളോടൊപ്പം സ്കൂളിൽ ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു. കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ഈ അമ്മ അധ്യാപകർക്കും പ്രിയങ്കരി തന്നെ. രോഗബാധ മൂലം കഴിഞ്ഞ 2 മാസം മാത്രമാണ് പെണ്ണമ്മ ചേച്ചിക്ക് സ്കൂളിൽ വരാൻ കഴിയാതിരുന്നത്. അർബുദ രോഗം മൂർച്ഛിച്ചായിരുന്നു മരണം. പെണ്ണമ്മ ചേച്ചി കഴിഞ്ഞ 48 വർഷമായിട്ട് ഈ സ്കൂളിൽ പാചക ജോലി ചെയ്തിരുന്ന ആളാണ്. പെട്ടെന്നാണ് കഴിഞ്ഞ 1 മാസം മുമ്പ് ഹെൽത്ത് കാർഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റിന് പോയപ്പോഴാണ് അസുഖമാണെന്നുള്ള കാര്യം അറിയുന്നത്. എന്തായാലും 48 വർഷമായിട്ട് ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിലും അവരെ അത് എല്ലാ കുട്ടികൾക്കും ഉള്ള സ്നേഹത്തോടെ വിളമ്പിക്കൊടുക്കുന്ന കാര്യത്തിൽ വലിയ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിരുന്ന പെണ്ണമ്മച്ചേച്ചിയുടെ യോഗത്തിൽ ഈ സ്കൂളിനും ഈ നാട്ടുകാർക്കും വലിയ രീതിയിലുള്ള ദുഃഖമുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. സ്കൂൾ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, മതനേതാക്കൾ എന്നിവർ വീട്ടിലും സ്കൂളിലുമെത്തി അനുശോചനം അറിയിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തി. സിറ്റി വിഷൻ, കൊന്നത്തടി. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിൽവർ ജൂബിലി ഹോസ്റ്റലിന്റെ ഉദ്ഘാടന കർമ്മം നടന്നു. ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് സിൽവർ ജൂബിലി ബോയ്സ് ഹോസ്റ്റലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥികൾക്കായുള്ള ഹോസ്റ്റലാണ് പൈനാവിൽ പ്രവർത്തനം ആരംഭിച്ചത്.
PWD വിട്ടു നൽകിയ 2 കെട്ടിടങ്ങളിൽ PTA 5 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിയാണ് ഹോസ്റ്റലിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ഉദ്ഘാടനം ചെയ്തു. യുവതലമുറയാണ് ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമെന്നും ഭരണാധികാരികളെ മാറ്റി ചിന്തിപ്പിക്കുവാനുള്ള കഴിവും കരുത്തും യുവാക്കളിലാണ് എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കളക്ടർ പറഞ്ഞു. ഞാൻ ഡൽഹിയിലെ ജൻസി കുട്ടികളുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വികാരത്തിന്റെ മുകളിൽ മാത്രമല്ല അവർ സംസാരിക്കുന്നത്. നന്നായിട്ട് ഓരോ വിഷയത്തെക്കുറിച്ചും പഠനം നടത്തിയ നന്നായിട്ട് പഠിച്ചിട്ടാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത്. അപ്പൊ നമ്മുടെ ഈ ജൻസി എന്ന് ചിലപ്പോൾ കാര്യമായിട്ടും പകുതി തമാശക്കൊക്കെ പറയുമ്പോൾ ജൻസിയിലാണ് ഇനി പ്രതീക്ഷ എന്നുള്ളത്. 2 ഭരണകൂടങ്ങളെ താഴെയിട്ടു അല്ലെ, നേപ്പാളിനെയും ശ്രീലങ്കയെയും. പരിപാടികൾക്ക് പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ഫിലിമോൻ ജോസഫ്, സത്യനാഥ് വി, വനിതാ പോലീസ് SI O ജമീല, യൂണിയൻ വൈസ് ചെയർമാൻ സഭാമീര സക്കീർ എന്നിവർ നേതൃത്വം നൽകി. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. രാജാക്കാടിന്റെ നിരവധി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടനയായ വൈസ്മെൻ ക്ലബ്ബ് ഓഫ് രാജാക്കാടിന്റെ 19ാമത് സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. രാജാക്കാട് വൈസ്മെൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി അഡ്വക്കേറ്റ് ബാബു ജോർജ് ഉദ്ഘാടനം ചെയ്തു. രാജാക്കാടിന്റെ നിരവധി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടനയായ വൈസ്മെൻസ് ക്ലബ്ബ് ഓഫ് രാജാക്കാടിന്റെ 19ാമത് സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. രാജാക്കാട് വൈസ്മെൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി അഡ്വക്കേറ്റ് ബാബു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ പരിപാടി ആരംഭിച്ചത് വൈസ്മെൻസ് സോങ്ങോട് കൂടിയാണ്. സാധാരണഗതിയിൽ അത്രയും ചിട്ടകൾ അല്ലെ അത്രയും കരുതലുകൾ ഒരു ക്ലബ്ബുകാരും ചെയ്യാറില്ല. അപ്പം ആ രീതിയിൽ ഉയർന്ന നിലവാരത്തിൽ രാജാക്കാട് വൈസ്മെൻസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് ഒത്തിരി എനിക്ക് സന്തോഷമുണ്ട്. രാജാക്കാട് വൈസ്മെൻസ് ക്ലബ്ബ് പ്രസിഡന്റ് VS ബിജു അധ്യക്ഷത വഹിച്ചു. ബുള്ളറ്റിൻ എഡിറ്റർ VC ജോൺസൺ സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി രമേശ് ബാബുജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ഗവർണർ ജോൺസൺ തോമസ്, ജിജോ എൽദോ, പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാർ, മറ്റ് ക്ലബ് ഭാരവാഹികൾ, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് പ്രസിഡന്റായി VS ബിജുവും സെക്രട്ടറിയായി രമേശ് ബാബുജി, ട്രഷററായി രാജീവ് TV ഉൾപ്പെടെ അംഗങ്ങൾ സ്ഥാനമേറ്റു. ഇതിനുശേഷം വീട് മെയിൻ്റനൻസ്, ചാരിറ്റിക്ക് വേണ്ടിയുള്ള തുക, ഡയാലിസിസ് ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങളും അങ്കണവാടിക്ക് വേണ്ടിയുള്ള സഹായവും ചടങ്ങിൽ വെച്ച് കൈമാറി. ക്ലബ് അംഗങ്ങളിലെ വിവിധ വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോകൾ വിതരണം ചെയ്തു. ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് ആദ്യം മുതൽ കൂടെ നിന്നവരെയും ആദരിച്ചു. ചടങ്ങിൽ ക്ലബിലെ മെമ്പർമാരും കുടുംബ അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജാക്കാട്. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ കലാവാസന വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ടീൻസ് FM പ്രവർത്തനം ആരംഭിച്ചു. രാജാക്കാട് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യകുഴിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിലെ സർഗവാസനകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീൻ FM എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. SMC വൈസ് ചെയർമാൻ NR സുഭാഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴിയിൽ ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുട്ടികളുടെ സർഗവാസനകൾ വളർത്തിയെടുക്കുവാൻ ഏറ്റവും പ്രയോജനകരമായ പദ്ധതിയാണ് സ്കൂളിൽ തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജോഷി കന്യാകുഴിയിൽ പറഞ്ഞു. ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. കുട്ടികളുടെ സർഗവാസന പരിപോഷിക്കുന്നതിനുള്ള പ്രോഗ്രാമുമായിട്ട് ഈ രാജാക്കാട് സ്കൂൾ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്കൂളിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വാർഡിന്റെ മെമ്പർ നിലയിൽ എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രശസ്ത ഗായിക ഗീതു സോബിന്റെ പാട്ടും ഏറെ ആകർഷകമായി. പ്രിൻസിപ്പൽ പ്രിയ യു, പ്രധാനാധ്യാപിക സിന്ധു ഗോപാലൻ, ടീൻസ് FM കോർഡിനേറ്റർ RD VK, സ്റ്റാഫ് സെക്രട്ടറി ബിൻസിമോൾ ജോസഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അധ്യാപകരായ ആൻസ് തെരേസ് മാത്യു, വിദ്യ S ശ്രീധർ, മെറീന നോബിൾ, രഞ്ജു P നടരാജൻ, സ്റ്റുഡൻസ് ലീഡേഴ്സായ ഫേബ C മനോജ, അന്ന മരിയ ലിജോ, നിതിൻ, റിച്ചൽ, അക്സ, അലൻ, അനീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ, വെള്ളി ഗ്രാമിന് 235 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഹെഡ്വർക്സ് ഡാമിന് സമീപം മണ്ണിടിച്ചിലും റോഡിൽ വെള്ളം കണ്ടെത്തിയ സാഹചര്യത്തിൽ ഗതാഗത നിയന്ത്രണം. വാഗമൺ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് റവന്യൂ വകുപ്പ് അന്വേഷണം തുടങ്ങി. പീരുമേട ഭൂരേഖ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യേറ്റ ഭൂമി സന്ദർശിച്ചു. രാസലഹരിയുമായി അതിഥി തൊഴിലാളി പിടിയിൽ. ഓപ്പറേഷൻ തന്ത്രത്തിന്റെ ഭാഗമായി രാവിലെ എക്സൈസിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നടത്തിയ പരിശോധനയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.